സ്വർണ്ണവില ഇന്ന് 2 തവണയാണ് കേട്ടോ കൂടിയത്. ഇന്ന് മാത്രം ഗ്രാമിന് 100 രൂപ കൂടി. ഒരു പവൻ വാങ്ങാൻ 1 ലക്ഷത്തിലധികം രൂപ മുടക്കണമെന്നതാണ് നിലവിലെ അവസ്ഥ. സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ അതുകൊണ്ട് ചെറിയ കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ജ്വല്ലറി ഉടമകൾ പറയുന്നത്. പക്ഷേ ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കാണുന്നവർ സ്വർണം വാങ്ങുക തന്നെ ചെയ്യുന്നുണ്ട്. ഏതായാലും കോഴിക്കോട് നിന്ന് നമ്മുടെ അഭിജിത്ത് മുഴക്കുന്ന അതൊന്ന് പരിശോധിച്ചു എന്ന് കാണാം. സ്വർണ്ണവില ഇങ്ങനെ പിടിതരാതെ കുതിക്കുകയാണ്. പവൻ ഇന്നത്തെ വില 95,000 രൂപയ്ക്കടുത്തെത്തി നിൽക്കുന്നു. പണിക്കൂലിയൊക്കെ വരുമ്പോൾ അത് 1 ലക്ഷം കടക്കും. ജ്വല്ലറികളിലേക്കൊക്കെ എത്തുന്നവരുടെ എണ്ണം അല്പം കുറവുണ്ട് എന്നുള്ളതാണ് ജ്വല്ലറിക്കാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. എങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മുടെ ഒരു വില എന്നുള്ളത്? ഇപ്പം നമുക്കിപ്പോൾ റേറ്റ് ഇപ്പോൾ ഇന്ന് രണ്ടാമത് വീണ്ടും ഈ സമയത്ത് കൂടിയിരിക്കുകയാണ്. കാരണം നമ്മൾ 94,560 ഇന്ന് ഇപ്പോൾ സമയത്ത് വീണ്ടും കൂടി, രണ്ടാമതും കൂടി. കാരണം ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെയാണ് ഇപ്പോൾ റേറ്റ് കൂടുന്നത്. കാരണം കുറേ മുന്നേ എന്ന് പറഞ്ഞാൽ പവന് ആകെ കൂടുന്നത് 80 രൂപ 100 രൂപയാണ് കൂടാറ്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഗ്രാമിന് 100-200 വെച്ച് കൂടുകയാണ്. ഇത് ശരിക്കും നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് വരിക. ഒട്ടുമിക്ക ജ്വല്ലറികൾ ഇപ്പോൾ നോക്കുന്നത് വെച്ചാൽ എപ്പോഴാണ് 1 ലക്ഷം ആവാന്നുള്ള ഒരു ഫോക്കസിലാണ് നിൽക്കുന്നത്. കാരണം സെയിലിനത് വളരെയധികം ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ ആളുകളൊക്കെ എത്തുന്നതിലൊരു കുറവുണ്ടായിട്ടുണ്ട് എന്നാണല്ലേ? കുറവുണ്ട്. എങ്കിലും ആവശ്യക്കാരിത് വാങ്ങാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു കല്യാണം വരുമ്പോൾ എന്തായാലും ചുരുങ്ങിയപ്പോൾ കുറച്ച് ചൊറച്ചിട്ടുണ്ട്. 50 പവനുള്ളത് ഒരു 10 പവൻ 15 പവനിലൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും എടുക്കുന്നുണ്ട്. കച്ചവടം നിലക്കെ നല്ല ബിസിനസ് ആയിരുന്നു. ഒന്നും കൂടി ഹൈക്കായപ്പം ആൾ കുറവാണ്. എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു വില കൂടാനുള്ള ഒരു കാരണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താ? കാരണം നമ്മൾ ഇത് ശരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും കോടീശ്വരനാണ്. ആർക്കും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഇൻട്രസ്റ്റ് മാർക്കറ്റാണ് ഇതിപ്പോൾ. അമേരിക്ക നമ്മൾ പറയാം, അമേരിക്ക ചേർന്ന് നമ്മളുടെ ഒരു കരാർ സംഭവത്തിൻ്റെ മുകളിലാണ് ഇതിപ്പോൾ റേറ്റ് ഇത്രയധികം ഹൈക്കാവുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും ഇങ്ങനെ ഇത്രയധികം ഈ ഒരു 10 ഡേയ്സ് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 13,500 രൂപയോളം റേറ്റ് ഹൈക്കായി. അതായത് ഇനിയും വില ഇങ്ങനെ ഉയരാൻ തന്നെയാണ് സാധ്യത. കൂടാനാണ് ഇപ്പോൾ നമ്മൾ കാണുക. ഇപ്പോഴത്തെ സ്റ്റേറ്റ് നോക്കി പറയാൻ പറ്റുന്നത്, ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കി റേറ്റ് മുകളിലേക്ക് തന്നെയാണ്. പക്ഷേ താഴേക്ക് വന്നാലും എത്രമാത്രം, അതായത് എത്ര താവെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് റേറ്റ് താഴെ പോകാൻ ചാൻസ് വളരെ കുറവാണ് മനസ്സിലാക്കുക. കഴിഞ്ഞ 1 മാസത്തിനിടെയാണ് സ്വർണ്ണവിലയിൽ ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ആഗോളതലത്തിലുണ്ടാകുന്ന പല ഘടകങ്ങളാണ് ഇങ്ങനെ വില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത് എന്നും പറയുന്നു. ഏതായാലും സ്വർണ്ണവില അടുത്തൊന്നും താഴാനുള്ള സാധ്യത കാണുന്നില്ല. ഇനിയും ഉയരുമെന്നുള്ളതാണ് കടയുടമകളൊക്കെയായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന റിപ്പോർട്ടർ കോഴിക്കോട്.